ഹായ് ഗായ്സ്, അപ്പോൾ ഞാനും ഇക്കയും കുട്ടികളൊക്കെ കൂടെ ഗുണ കേവ് കാണാൻ പോവാം കേട്ടോ. അപ്പോൾ കൊടൈക്കനാലിലേക്കല്ല കേട്ടോ, അപ്പോൾ പാലക്കാട് ഗുണ കേവ് എക്സിബിഷൻ വന്നിട്ടുണ്ടല്ലോ, അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. 2-3 ദിവസം ആകുമ്പോഴേക്കും ഞങ്ങൾ പോയിട്ടോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ എക്സിബിഷൻ തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ പോവുക. പക്ഷേ ഇപ്പോൾ അയാനൊക്കെ ഈ ഗുണ കേവ് കണ്ടപ്പോൾ തൊട്ട് അവനക്ക് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ടോ. എക്സാമൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച എക്സാം ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷെ നമ്മളെ പോലെ കുറേ എണ്ണം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. പക്ഷെ അസാനും അവിടെ പോയപ്പോൾ പേടിച്ചിട്ട് അവിടെ നിന്ന് കയറിയ ആൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അത്രയും പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ സെറ്റപ്പും അതിൻ്റെ ഇടയിൽ ആ പാട്ടും സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കത്തെ ഗുണാക്കേവ് നമുക്ക് പോയി നോക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഒരു ഗുണാക്കേവ് ഉള്ളത് നമുക്ക് പോയി നോക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ ആ സിനിമ ഈ ഇടയിലായിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ തൊട്ട് എനിക്കും തോന്നി ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാട്ടോ ഒന്നും കൂടെ അറിഞ്ഞത് ഇത്രയും കാര്യങ്ങൾ. അതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ വാട്ടർഫാൾസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ നല്ല ഓർമ്മ വരും കേട്ടോ. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടിട്ടുകൊണ്ടിരിക്കും. അത് കേൾക്കാനും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അയാനും കുറച്ച് അവിടെ നിൽക്കുന്ന ആളിനെ എൻ്റെ മക്കളാട്ടോ രക്ഷിച്ചത്. ഗുണാക്കേവിൽ പെട്ട ആളായിരുന്നു. പക്ഷെ എൻ്റെ 2 മക്കളും ചേർന്നിട്ടാണ് കേട്ടോ രക്ഷിച്ചത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിറയെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകും കേട്ടോ. നമ്മൾ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ മക്കളൊന്നും നോക്കില്ല, നമ്മൾ പെട്ടെന്ന് കളിച്ചിട്ട് അപ്പം തന്നെ പോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നായി കണ്ടിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞങ്ങൾ ഗുണ കേവ് പോയി, നിങ്ങളൊന്ന് പോയി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ കുറച്ച് പോപ്കോണും ഐസ്ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പോൾ അടിപൊളിയാണ്. ആ 120 രൂപയ്ക്കുള്ള സെറ്റപ്പൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ റീൽസൊക്കെ എടുക്കണവരൊക്കെ അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഒരുപാട് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അടിപൊളി ഫ്ലവേഴ്സിൻ്റെ ഡെക്കറേഷനൊക്കെ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് ഗുണാക്കേവ് ഒന്ന് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.